Hi all, this is Simon Cherry Official. Welcome to my new YouTube channel. Welcome to all my new YouTube video. നീണ്ട 8 വർഷത്തെ പ്രവാസ ജീവിതത്തിന് ശേഷം നാട്ടിലേക്ക് തിരികെ വന്നിരിക്കുകയാണ്. കൂടും കൂട്ടുമില്ലാത്ത നീണ്ട ഒരു ദുബായ് ലൈഫ് ഇറ്റ് വാസ് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ് ഫോർ മീ. ദുബായ് അത് വേറെ തന്നെ ഒരു ലോകമാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ജോലി ബിസിനസ്സുമായി കടന്നുപോയ നീണ്ട 8 വർഷത്തെ പ്രവാസ ജീവിതം, അതിൽ നിന്നും ലഭിച്ച പാഠങ്ങൾ, അതിൽ നിന്നും ലഭിച്ച അനുഭവങ്ങൾ, അതുമായി നാട്ടിലേക്ക്, പുതിയ അങ്കത്തട്ടിലേക്ക്. നാട്ടിൽ തിരികെ വന്നതിന് ശേഷം ഇനി എന്ത് എന്നുള്ള ആലോചനയുടെ ഫലമായി ഹെവി ലൈസൻസ് എടുക്കുവാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങളുടെ നാട്ടിൽ തന്നെയുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കടന്നുപോയി അവിടെ ജോയിൻ ചെയ്ത് ഹെവി ഡ്രൈവിംഗ് പഠിക്കുവാനും ഹെവിയുടെ ലൈസൻസ് എടുക്കുവാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ ഞാൻ ആദ്യമായി ഒരു ഹെവി വെഹിക്കിൾ ഓടിക്കുന്നതിൻ്റെ ദൃശ്യമാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത്. ചെറുപ്പം മുതലുള്ള ആഗ്രഹമായിരുന്നു വലിയ വാഹനങ്ങൾ ഓടിക്കുക എന്നുള്ളത്. അതിനുള്ള സാഹചര്യങ്ങൾ പലപ്പോഴും ലഭിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് ശരിയായ രീതിയിൽ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. ആദ്യമായി ഡ്രൈവിംഗ് ലൈസൻസ് 2 വീലറിൻ്റെയും 4 വീലറിൻ്റെയും എടുത്ത സമയത്ത് പോലും ഹെവിയുടെ ലൈസൻസും ആ സമയത്ത് ഈസിയായിട്ട് എടുക്കാമായിരുന്നെങ്കിലും ആ സമയത്ത് അതിനുവേണ്ടി സമയം കണ്ടെത്തിയില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ നാട്ടിലേക്ക് തിരികെ വന്നതിന് ശേഷമാണ് ഹെവിയുടെ ലൈസൻസ് എടുക്കണമെന്നുള്ള അതിയായ ആഗ്രഹം ഉണ്ടാകുകയും അങ്ങനെ ഹെവിയുടെ ലൈസൻസ് എടുക്കുവാനും ഹെവി ഡ്രൈവിംഗ് പഠിക്കുവാനായിട്ടും തീരുമാനിച്ചത്. ഹെവി ലൈസൻസിൻ്റെ ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ മനസ്സിൽ വീണ്ടും മറ്റൊരാഗ്രഹം കൂടെ തോന്നി, ട്രെയിലറിൻ്റെ ലൈസൻസ് എടുക്കണമെന്ന്. അതിന് കാരണം ഞങ്ങൾ ഹെവിയുടെ പ്രാക്ടീസ് എടുത്ത ഗ്രൗണ്ടിൽ തന്നെ ട്രെയിലറിൻ്റെ പ്രാക്ടീസും കൊടുക്കുന്നുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ തന്നെ മനസ്സിൽ തീരുമാനിച്ചു, ഹെവിയുടെ ലൈസൻസ് എടുത്താൽ ഉടൻ ട്രെയിലറിൻ്റെ ലൈസൻസ് എടുക്കുക എന്നുള്ളത്. അങ്ങനെ ഹെവിയുടെ ലൈസൻസ് ലഭിച്ചതിന് ശേഷം നേരെ പോയി ട്രെയിലറിൻ്റെ ക്ലാസ്സിന് ജോയിൻ ചെയ്തു. ട്രെയിലറിൻ്റെ ടെസ്റ്റ് അറ്റൻഡ് ചെയ്തു. ട്രെയിലറിൻ്റെ ലൈസൻസ് ലഭിച്ചു. ട്രെയിലറിൻ്റെ ലൈസൻസ് ലഭിച്ചതിന് ശേഷം വീണ്ടും മനസ്സിൽ മറ്റൊരാഗ്രഹം, ഈ ട്രെയിലർ ഓടിക്കാൻ പഠിക്കണമെന്നുള്ളത്. മറ്റു വാഹനങ്ങളെപ്പോലെ ട്രെയിലർ ഓടിക്കാൻ പഠിക്കുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. അതിനുള്ള 2 കാരണമെന്ന് പറയുന്നത്, ഒന്ന്, നമ്മുടെ നാട്ടിൽ ട്രെയിലർ വാഹനങ്ങൾ കുറവാണ്. 2, ട്രെയിലർ ഉള്ള ആളുകൾ പുതിയ ഡ്രൈവർമാർക്ക് അല്ലെങ്കിൽ പുതുതായി പഠിച്ചിറങ്ങിയ ഡ്രൈവർമാർക്ക് അവസരം കൊടുക്കുക എന്ന് പറയുന്നത് വളരെ വിരളമാണ്. കാരണം അതിന് അത്രത്തോളം എക്സ്പീരിയൻസും അത്രത്തോളം നോളജും ഉള്ള ആളുകൾക്ക് മാത്രമേ സാധാരണഗതിയിൽ ട്രെയിലർ ഓടിക്കാൻ മറ്റുള്ള ആളുകൾ അവസരം കൊടുക്കുകയുള്ളൂ. അപ്പോൾ പുതിയതായി വരുന്ന ആളുകൾ ഈ ട്രെയിലർ എങ്ങനെ ഓടിക്കാൻ പഠിക്കും എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നമാണ്. അങ്ങനെയാണ് ഞാൻ നാമക്കലുള്ള അശോക് ലെയ്ലാൻഡ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റി അറിയുന്നത്. ഇപ്പോൾ നിങ്ങൾ ഒരു പക്ഷേ എന്നോട് ചോദിച്ചേക്കാം, നിങ്ങൾക്ക് ലൈസൻസ് ഇല്ലേ, അതുകൊണ്ട് വാഹനം ഓടിക്കുന്നതുകൊണ്ട് എന്താണ് ബുദ്ധിമുട്ടെന്നുള്ളത്. ലൈസൻസ് ഉണ്ട് എന്നുള്ള ഒരു കാരണം കൊണ്ട് നമ്മൾക്ക് വാഹനം ഓടിക്കാൻ പറ്റണമെന്നില്ല. RTOയിൽ നിന്ന് നമുക്ക് ലൈസൻസ് ലഭിക്കണമെങ്കിൽ RTO പറയുന്ന രീതിയിൽ നമ്മൾ വാഹനം ഓടിച്ച് കാണിച്ചാൽ നമുക്ക് ലൈസൻസ് ലഭിക്കും. എന്നാൽ ആ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് നമുക്ക് റോഡിലേക്ക് ഇറങ്ങി വാഹനം ഓടിക്കാൻ കഴിയണമെന്നില്ല. അതിനുദാഹരണമാണ് നമ്മുടെ നാട്ടിൽ തന്നെ ലൈസൻസ് ഉള്ള ധാരാളം ആളുകൾക്ക് ഇപ്പോഴും വാഹനം ഓടിക്കാൻ അറിയില്ല എന്നുള്ളത് വസ്തുത. പ്രത്യേകിച്ച് ട്രെയിലർ പോലുള്ളൊരു വലിയ വാഹനം റോഡിലേക്ക് ഇറങ്ങി ഓടിക്കുമ്പോൾ പ്രധാനമായും അതിൻ്റെ റിവേഴ്സ് എടുക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാര്യം മറ്റുള്ള വാഹനങ്ങൾ റിവേഴ്സ് എടുക്കുന്നത് പോലെ ട്രെയിലർ റിവേഴ്സ് എടുത്താൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ റിവേഴ്സ് പോകണമെന്നില്ല. ട്രെയിലറിൽ റിവേഴ്സ് എടുക്കാൻ അറിയാത്തൊരു വ്യക്തി റിവേഴ്സ് എടുത്താൽ ആ വാഹനം ഏത് വിധത്തിൽ വന്ന് നിൽക്കും എന്നുള്ളതാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത്. ആ വാഹനം എല്ലൊടിഞ്ഞ് അതിൻ്റെ ഹെഡും ടെയിലും ഒരു L ഡയറക്ഷനിൽ വന്ന് ടെയിൽ വന്ന് ഹെഡിൽ മുട്ടുന്ന രീതിയിലായിരിക്കും വാഹനം നിൽക്കുക. അതുകൊണ്ട് തന്നെ ട്രെയിലർ ഓടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ഏറ്റവും ആദ്യം പഠിക്കേണ്ടത് ട്രെയിലർ നല്ല രീതിയിൽ റിവേഴ്സ് ഇടുക എന്നുള്ളതാണ്. ട്രെയിലർ റിവേഴ്സ് ഇടുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് റിവേഴ്സ് ഇടുക, X ഡയറക്ഷനിൽ ഇടുക, Y ഡയറക്ഷനിൽ ഇടുക, അതുപോലെ റൈറ്റ് സൈഡിൽ നിന്നും L ഒടിച്ചിടുക, ലെഫ്റ്റ് സൈഡിൽ നിന്നും L ഒടിച്ചിടുക. ഈ രീതിയിലൊക്കെ നമുക്ക് നല്ല രീതിയിൽ റിവേഴ്സ് ഇട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥാപനമാണ് നാമക്കലുള്ള അശോക് ലെയ്ലാൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഞാനവിടെ പോയി 5 ദിവസത്തെ ക്ലാസ്സിന് ജോയിൻ ചെയ്ത് ഏകദേശം കുഴപ്പമില്ലാത്ത രീതിയിൽ റിവേഴ്സ് ഇട്ട് പഠിച്ചതിന് ശേഷമാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്നത്. ഞാൻ അവിടെ നിന്ന് ചെല്ലുന്ന സമയത്ത് റിവേഴ്സിനെ പറ്റി യാതൊരു ധാരണയും എനിക്കില്ലായിരുന്നു. എന്നാൽ 5 ദിവസത്തെ ക്ലാസ് പൂർത്തിയാക്കിയതിന് ശേഷം ഒരുവിധം റിവേഴ്സ് ഇടാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസിലാണ് ഞാൻ ക്ലാസ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അങ്ങനെ അശോക് ലെയ്ലാൻഡിലെ കോഴ്സ് പൂർത്തിയാക്കി ഞാൻ പുറത്തിറങ്ങിയത് പുതിയൊരു ലക്ഷ്യവുമായിട്ടാണ്.
ട്രെയിലർ ഓടിക്കാൻ പറ്റുന്ന ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് കയറുക എന്നുള്ളത്. എന്നാൽ അതത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. കാരണം എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല, മാത്രമല്ല പുതിയ ആളാണ്. അങ്ങനെ ഒരു വ്യക്തിക്ക് ഒരു ട്രെയിലർ കമ്പനിയിൽ ജോലി ലഭിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. എന്നാൽ ഞാൻ ഒരു കമ്പനിയിൽ ജോലിക്ക് കയറി. ആ ജോലി ലഭിച്ചത് എങ്ങനെയാണ്, ആ ജോലിക്ക് കയറിയതിന് ശേഷം തുടർന്നുള്ള വിശേഷങ്ങൾ, തുടർന്നുള്ള ജോലിയിലുള്ള എക്സ്പീരിയൻസ് തുടങ്ങിയ വീഡിയോകൾ പുറകാലെ വരുന്നതായിരിക്കും. നിങ്ങൾ ട്രെയിലർ ഓടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണോ? അല്ലെങ്കിൽ നിങ്ങൾ ട്രെയിലർ ലൈസൻസ് എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണോ? അതുമല്ലെങ്കിൽ ട്രെയിലർ ലൈസൻസ് എടുത്തതിന് ശേഷം അതുമായി ബന്ധപ്പെട്ട് അവസരം കിട്ടാത്ത ഒരു വ്യക്തിയാണോ? അങ്ങനെ ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ എന്നെ അറിയിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും എനിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും. പുതിയ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരെ ഗുഡ് ബൈ.